Welcome you all to Home Tutor. This is your personal teacher Neepa Nipin. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ ചാപ്റ്റർ 1 ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ പാർട്ട് 4 ആയി കഴിഞ്ഞു. സോ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഡെഫിനറ്റ് ആയിട്ടും കാണാൻ ശ്രമിക്കണം. ഈ ഒരു ടോപ്പിക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. അത് കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ് എസ്റ്റേറ്റ് ജനറൽസ് എന്നുള്ളതും പിന്നെ നാഷണൽ അസംബ്ലിയിലേക്ക് എങ്ങനെ എത്തി, ആ ഒരു സമയത്ത് വോട്ടിംഗ് സിസ്റ്റം എങ്ങനെയായിരുന്നു, കിങ് ലൂയിസ് 16 എങ്ങനെയാണ് ജനങ്ങളോട് സപ്പോർട്ടീവ് ആയിരുന്നോ, അതോ ഈ ഒരു നാഷണൽ അസംബ്ലിയും എസ്റ്റേറ്റ് ജനറലിനോടുള്ള ഒരു അപ്രോച്ച് അദ്ദേഹത്തിന് എന്തായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക്. The outbreak of the revolution. Louis XVI had to increase taxes for reasons you have learned in the previous section. How do you think he could have gone about doing this? In France of the old regime, the monarch did not have the power to impose taxes according to his will alone. Rather, he had to call a meeting of the Estates General, which would then pass his proposals for new taxes. The Estates General was a political body to which the three estates sent their representatives. However, the monarch alone could decide when to call a meeting of this body. The last time it was done was in 1614. സോ ഗവൺമെന്റിന്റെ വർദ്ധിച്ചു വരുന്ന ചിലവ് നടത്താനും മറ്റും കിങ് ലൂയിസ് 16 വീണ്ടും വീണ്ടും ജനങ്ങളുടെ മേൽ ടാക്സ് ചുമത്തി പോന്നു. ഈ ഒരു ടോപ്പിക്ക് ഇതിനു മുൻപുള്ള പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ചെക്ക് ദാറ്റ് ആൻഡ് കണ്ടിന്യൂഷൻ ഉറപ്പായിട്ടും വേണം. അതുകൊണ്ട് അതൊന്ന് റിഫ്രഷ് ചെയ്തിട്ടേ വരാവുള്ളൂ. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അങ്ങനെ ഒരു രാജാവിന്റെ സൗകര്യത്തിനും ഇഷ്ടത്തിനും ടാക്സ് കൂട്ടാൻ കഴിയുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കഴിയുമോ? 1789 മുൻപ് ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനമാണ് ഓൾഡ് റെജിം. സോ ഓൾഡ് റെജിമിന്റെ കാലത്ത് ഒരു രാജാവിന് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ടാക്സ് അടിച്ചേൽപ്പിക്കാൻ, ജനങ്ങളിൽ ടാക്സ് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. സോ ഓൾഡ് റെജിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1789 മുൻപ് ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഗവൺമെന്റിന്റെയും സൊസൈറ്റിയുടെയും ഒരു രീതിയാണ് നമ്മൾ ഓൾഡ് റെജിം എന്ന് പറയുന്നത്. ഒരു രാജാവിന് പുതിയ തരം ടാക്സ് അല്ലെന്നുണ്ടെങ്കിൽ നിലവിലുള്ള നികുതി സംവിധാനം വീണ്ടും പുതുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ്റ്റേറ്റ് ജനറൽ എന്ന പൊളിറ്റിക്കൽ ബോഡിയുടെ സമ്മതം കൂടി വേണമായിരുന്നു ഓൾഡ് റെജിമിന്റെ കാലഘട്ടത്തിൽ. അതായത് പഴയ സൊസൈറ്റിയിൽ, പഴയ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിൽ, ആ ഒരു സംവിധാനത്തിൽ ഇങ്ങനെ ഒരു കൺസെന്റ് എസ്റ്റേറ്റ് ജനറലിന്റെ കയ്യിൽ നിന്ന് കിങ്ങിന് വേണമായിരുന്നു. ഓക്കെ, നമുക്ക് എസ്റ്റേറ്റ് എന്താണെന്ന് ഓൾറെഡി അറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാർട്ട് 2 ചാപ്റ്ററിൽ നിങ്ങൾ നോക്കുക, ഈ ഒരു ചാപ്റ്ററിന്റെ പാർട്ട് 2 നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചും പഠിക്കാൻ പറ്റും. സോ 3 എസ്റ്റേറ്റിലും ഉള്ള ജനങ്ങൾ അവരവരുടെ പ്രതിനിധികളെ ഇലക്ട് ചെയ്ത് റെപ്രസെൻറ്റേറ്റീവ്സ് ആക്കി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സഭയാണ് എസ്റ്റേറ്റ് ജനറൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഒരു സഭ എന്ന് വിളിച്ച് കൂട്ടണം എന്ന് ഉള്ളത് അന്തിമ തീരുമാനം എടുക്കാൻ ഭരണാധികാരിയായ രാജാവിന് അധികാരം ഉണ്ട്. അവസാനമായും എസ്റ്റേറ്റ് ജനറലിന്റെ മീറ്റിംഗ് വിളിച്ചത് 1614 On 5th May 1789, Louis XVI called together an assembly of the Estates General to pass proposals for new taxes. A resplendent hall in Versailles was prepared to host the delegates. The first and the second estates sent 300 representatives each, who were seated in rows facing each other on two sides, while the 600 members of the third estate had to stand at the back. The third estate was represented by its more prosperous and educated members. Peasants, artisans, and women were denied entry to the assembly. However, their grievances and demands were listed in some 40,000 letters which the representatives had brought with them.
അപ്പോൾ 1789 മെയ് 5-ന് ലൂയിസ് 16 അതായത് ലൂയിസ് 16 രാജാവ് പുതിയ നികുതി സമ്പ്രദായം പാസ്സാക്കുന്നതിനായി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യാനായി എസ്റ്റേറ്റ്സ് ജനറലിന്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. വളരെ ലാവിഷായ വേഴ്സൈൽസിലെ ഒരു ഹാളിലാണ് ഈ ഒരു അസംബ്ലി നടത്താനായി തീരുമാനിച്ചിരുന്നത്. ഏകദേശം 300 ഡെലിഗേറ്റ്സ് ഒന്നാമത്തേതും രണ്ടാമത്തേതുമായ എസ്റ്റേറ്റുകളിൽ നിന്ന് പങ്കെടുത്തു. ഇവരെ മുൻനിരയിൽ തന്നെയുള്ള മുഖത്തോട് മുഖം നോക്കി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വരി വരിയായി ഇരുവശത്തുമായിട്ട് ഈ വേഴ്സൈൽസിലെടുത്ത ഈ ഹാളിൽ ഇരുത്തി. എന്നാൽ 600-ൽ പരം വരുന്ന തേർഡ് എസ്റ്റേറ്റ്സിലുള്ള റെപ്രസെന്റേറ്റീവ്സിനെ ഏറ്റവും പുറകുവശത്തായി നിർത്തുകയാണ് ചെയ്തത്. തേർഡ് എസ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്നവരും വിദ്യാസമ്പന്നരും ആയ വ്യക്തികളെയാണ് അവരുടെ ജനങ്ങൾ റെപ്രസെന്റേറ്റീവായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിട്ടത്. കൂടാതെ കൃഷിക്കാരെയും ചെറുകിട വ്യവസായികളെയും കരകൗശലക്കാരെയും സ്ത്രീകളെയും ഈ ഒരു അസംബ്ലിയിൽ പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല. എന്നാൽ കൂടി അവരുടെ പ്രസൻസ് ഉണ്ടാവാനായും അവരുടെ അമർഷങ്ങൾ അറിയിക്കുവാനായും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായും 40,000-ത്തിലധികം തരം കത്തുകൾ ഇവരുടെ പ്രതിനിധികളുടെ അടുത്ത് പ്രതിനിധീകരിച്ചു പോയ ഡെലിഗേറ്റ്സിന്റെ കയ്യിൽ കൊടുത്തുവിടുകയും ചെയ്തു. Voting in the Estates General in the past had been conducted according to the principle that each state had one vote. This time too, Louis XVI was determined to continue the same practice. But members of the Third Estate demanded that voting now be conducted by the Assembly as a whole, where each member would have one vote. This was one of the democratic principles put forward by philosophers like Rousseau in his book The Social Contract. When the king rejected this proposal, members of the Third Estate walked out of the assembly in protest. സോ ഈ ഒരു പാരഗ്രാഫിൽ അക്കാലത്ത് നിലനിന്നിരുന്ന വോട്ടിംഗ് സമ്പ്രദായത്തെയാണ് വിശദീകരിക്കുന്നത്. ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്ന രീതിയിലായിരുന്നു ഓൾഡ് റെജിമിൽ വോട്ട് ക്രമീകരിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൂടിയിരിക്കുന്ന അസംബ്ലിയിൽ 300 പേര്, ഇപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റിൽ 300 പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം കൂടി ഒരു വോട്ടേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് 1789 മുൻപ് ഈ ഒരു സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. അതുകൊണ്ട് 5th മെയ് 1789 നടത്തിയ ഈ ഒരു അസംബ്ലിയിലും ഈ ഒരു രീതിയിലുള്ള വോട്ടിംഗ് സിസ്റ്റം ഫോളോ ചെയ്യാനാണ് ലൂയിസ് 16 പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ തേർഡ് എസ്റ്റേറ്റിലെ പ്രതിനിധികളുടെ ഡിമാൻഡ് എന്തായിരുന്നു എന്നാൽ അവിടെ വന്നിരിക്കുന്ന 3 എസ്റ്റേറ്റുകളിലെയും മുഴുവൻ റെപ്രസെന്റേറ്റീവ്സിനും വോട്ട് ചെയ്യാൻ പറ്റണം. ഒരാൾക്ക് ഒരു വോട്ട് എന്നൊരു രീതിയിൽ വോട്ട് ചെയ്യാൻ പറ്റിയിരിക്കണം. റൂസോയുടെ ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന ബുക്കിൽ പരാമർശിച്ചിരിക്കുന്ന ജനാധിപത്യ തത്വങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൺ മെമ്പർ വൺ വോട്ട് എന്ന ആശയം. ഈ ഒരു ആശയം കിങ് ലൂയിസ് 16 അല്ലെങ്കിൽ 16 തിരസ്കരിക്കുകയും തന്മൂലം തേർഡ് എസ്റ്റേറ്റിൽ നിന്നും പങ്കെടുത്തവർ എല്ലാം പ്രതിഷേധം പ്രകടിപ്പിച്ച് അസംബ്ലിയുടെ പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തു. The representatives of the Third Estate viewed themselves as spokesmen for the whole French nation. On 20 June, they assembled in the hall of an indoor tennis court in the grounds of Versailles. They declared themselves as National Assembly and sworn not to disperse till they had drafted a constitution for France that would limit the power of the monarch. They were led by Mirabeau and Ambroise. Mirabeau was born in a noble family but was convinced of the need to do away with a society of feudal privilege. He brought out a journal and delivered powerful speeches to the crowds assembled at Versailles. Ambroise, originally a priest, wrote an influential pamphlet called What is the Third Estate? ഫ്രഞ്ച് ജനതയുടെ അല്ലെങ്കിൽ ഫ്രഞ്ച് രാഷ്ട്രത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ്
തേർഡ് എസ്റ്റേറ്റിൻ്റെ ജനപ്രതിനിധികൾ സ്വയം അവരെ കണക്കാക്കിയിരുന്നത്. വേഴ്സൈൽസിലെ ഒരു ഇൻഡോർ ടെന്നീസ് കോർട്ടിൻ്റെ ഹാളിൽ ജൂൺ 20 അവർ ഒത്തുകൂടുകയും ഒരു നാഷണൽ അസംബ്ലി ഉണ്ടാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. സ്വന്തമായി ഫ്രാൻസിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക, പിന്നെ മൊണാർക്കിൻ്റെ പവർ മുൻപത്തതിലും കുറയ്ക്കുക. ഇത് രണ്ടും കൈവരിക്കുന്നത് വരെ നാഷണൽ അസംബ്ലിയിലേക്ക് ഇവരെല്ലാവരും തുടരണം, ഇവരാരും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പാടില്ല എന്നുമായിരുന്നു തേർഡ് എസ്റ്റേറ്റ് ജനങ്ങളുടെ ആഗ്രഹം. ഇവരെ നയിച്ച പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ് മിറാബും പിന്നെ അബേസിയസ് എന്ന 2 വ്യക്തികൾ. ഉന്നത കുലജാതിക്കാരനായിരുന്ന മിറാബിന് ഫ്യൂഡൽ ചൂഷണത്തിൽ നിന്ന് മുക്തി നേടിയ ഒരു സൊസൈറ്റിയാണ് ആഗ്രഹിച്ചിരുന്നത്. ജേർണൽസ്, അതായത് ആനുകാലികങ്ങൾ പ്രസിദ്ധീകരിക്കുകയും പിടിച്ച് കുലുക്കാൻ മാത്രം കഴിവുള്ള നല്ല നല്ല പ്രസംഗങ്ങൾ പറയുന്ന ആളുമായിരുന്നു മിറാബ്. മിക്കപ്പോഴും അദ്ദേഹം വേഴ്സൈൽസിലെ തെരുവുകളിൽ, പബ്ലിക് സ്ഥലങ്ങളിൽ പ്രസംഗിച്ച് പോന്നിരുന്നു. അബേസിയസ് ഒരു പുരോഹിതനായിരുന്നു, ഒരു പ്രീസ്റ്റ്. അദ്ദേഹം വളരെ സ്വാധീനശേഷിയുള്ള അതായത് വളരെ ആൾക്കാരെ ആകർഷിക്കുന്ന അത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പാംഫ്ലെറ്റ് എഴുതി. അതായത് അതിൻ്റെ പേരായിരുന്നു വാട്ട് ഈസ് ദ തേർഡ് എസ്റ്റേറ്റ്. പാംഫ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ചെറുകഥകൾ, അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചെറിയ പുസ്തകത്തിനാണ് നമ്മൾ പാംഫ്ലെറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഫിഗർ 5 ഒന്ന് ചെക്ക് ചെയ്യാം. ദ ടെന്നീസ് കോർട്ട് ഓത്ത്. അപ്പോൾ ഇതൊരു സത്യപ്രതിജ്ഞയാണ്. ടെന്നീസ് കോർട്ട് എന്ന് പറയുന്ന ഒരു ഹാളിൽ വെച്ചിട്ട്, വേഴ്സൈൽസിലെ ഒരു ഹാളിൽ വെച്ചിട്ട്, നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, മിഡിൽ ക്ലാസ് ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ എസ്റ്റേറ്റ്സ് ജനറലിൽ പെടുന്ന കുറച്ച് ആൾക്കാരെല്ലാവരും കൂടിയാണ് നാഷണൽ അസംബ്ലി തയ്യാറാക്കുന്നത്. അത് കഴിഞ്ഞ് അവർ ഈ ഒരു ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ട് സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ഓത്ത് എടുക്കുകയാണ്. അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രാൻസിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് മാത്രമേ ഇവർ ഈ ഒരു നാഷണൽ അസംബ്ലിയിൽ നിന്ന് ഡിസ്പേഴ്സ് ചെയ്ത് പോകത്തുള്ളൂ എന്ന് പറഞ്ഞൊരു ഓത്ത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ മിസ്റ്റർ ജാക്കസ് ലൂയിസ് ഡേവിഡ് എന്ന് പറയുന്ന ഒരു പെയിൻറ്റർ അന്ന് വരച്ച് അദ്ദേഹം ഇൻറ്റൻറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ വിചാരിച്ചിരുന്നത് നാഷണൽ അസംബ്ലി ഉണ്ടാക്കി അതിലേക്ക് ഇത് ഹാങ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ പിന്നീട് നാഷണൽ അസംബ്ലിയൊക്കെ തകർന്നു പോവുകയും വേറൊരു ഡയമെൻഷനിലേക്ക് കാര്യങ്ങൾ പോവുകയൊക്കെ ചെയ്യാനുണ്ടായത്. സോ നമ്മുടെ പാർട്ട് 4 ടോപ്പിക്കിൽ നമ്മൾ എസ്റ്റേറ്റ്സ് ജനറൽ എന്താണെന്ന് കണ്ടു, നാഷണൽ അസംബ്ലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, വോട്ടിംഗ് സിസ്റ്റം നമ്മൾ മനസ്സിലാക്കി. സോ നമുക്കിനി അടുത്ത ഒരു ചെറിയൊരു പോർഷനായിട്ട് ഈ ഒരു ടോപ്പിക്കിലെ തന്നെ നെക്സ്റ്റ് പോർഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വോട്ടിംഗ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടുത്തെ കോമൺ പീപ്പിളിൻ്റെ ഫീലിംഗ് എന്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, 1789 ഫ്രഞ്ച് റവല്യൂഷൻ പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് അവിടെ ആൾക്കാരുടെ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്ത രീതിയിലായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ അടുത്തൊരു ടോപ്പിക്കിൽ നമ്മൾ ഈ ഒരു സെയിം ടോപ്പിക്കിൻ്റെ സബ് ടോപ്പിക്കായിട്ട് കാണാൻ പോകുന്നത്. സോ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ എന്തായാലും ഉണ്ടാവും, അതുകൊണ്ട് അത് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ bell icon press here because we want notifications. Thank you very much. See you in next classes. Bye.